ഒരുമിച്ച് കളിച്ചും ചിരിച്ചും നടന്ന കുരുന്നുകൾ ഇനി ഒരുമിച്ച് തന്നെ അന്തിയുറങ്ങും. ഞായറാഴ്ച അബുദാബി ദുബായ് റോഡിലുണ്ടായ വാഹനാപകടത്തിൽ മരിച്ച 4 മലയാളി സഹോദരങ്ങളായ അഷാസ് എന്ന 14 വയസ്സുകാരൻ, അമ്മാർ എന്ന 12 വയസ്സുകാരൻ, അസാം എന്ന 8 വയസ്സുകാരൻ, അയാഷ് എന്ന 5 വയസ്സുകാരൻ എന്നിവരുടെ ഖബറടക്കം ചൊവ്വാഴ്ച വൈകിട്ട് ദുബായ് സോനാപൂരിൽ നടന്നു. വൈകിട്ട് 4 മണിക്ക് അൽ ഷുഹാദ മസ്ജിദിലായിരുന്നു മയ്യത്ത് നമസ്കാരം. പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന കുട്ടികളുടെ പിതാവ് മലപ്പുറം തിരൂർ കീഴ്ശ്ശേരി സ്വദേശി അബ്ദുൽ ലത്തീഫ് മക്കളെ അവസാനമായി ഒരു നോക്ക് കാണാനെത്തിയത് കണ്ടുനിന്നവരെയെല്ലാം സങ്കടക്കടലിൽ ആഴ്ത്തി. വീൽചെയറിലായിരുന്നു അബ്ദുൽ ലത്തീഫിനെ എത്തിച്ചിരുന്നത്. കണ്ണീരടക്കി പ്രാർത്ഥനയോടെ മക്കളെ യാത്രയാക്കുന്ന ലത്തീഫിനെ ആശ്വസിപ്പിക്കാൻ കഴിയാതെ ധർമ്മസങ്കടത്തിലായിരുന്നു ഏവരും. UAE പല ഭാഗങ്ങളിൽ നിന്നുള്ളവരും കുരുന്നുകളെ അവസാനമായി കാണാൻ സോനാപൂരിൽ തടിച്ചുകൂടിയിരുന്നു. അബ്ദുൽ ലത്തീഫിനും കുടുംബത്തിനും ഇനി അവശേഷിക്കുന്നത് 10 വയസ്സുകാരി മകൾ ഇസ ലത്തീഫ് മാത്രമാണ്. ലത്തീഫിനോടൊപ്പം കുട്ടികളുടെ മാതാവ് വടകര കുന്നുമക്കര സ്വദേശി റുക്സാനയും ഇസയും ഇപ്പോഴും ചികിത്സയിലാണ്. റുക്സാനയ്ക്ക് ശസ്ത്രക്രിയ വേണ്ടി വന്നതായിട്ടാണ് വിവരം. അബുദാബി ലിവ ഫെസ്റ്റിവലിന് പോയി ദുബായിലെ താമസ സ്ഥലത്തേക്ക് മടങ്ങിയ കുടുംബമാണ് ഞായറാഴ്ച പുലർച്ചെ അപകടത്തിൽപ്പെട്ടത്. 3 കുട്ടികളും ഇവരുടെ വീട്ടുജോലിക്കാരിയും മലപ്പുറം ചെമ്പ്രവട്ടം സ്വദേശിനി ബുഷ്ര എന്ന 48 വയസ്സുകാരിയാണ്. അപകട ദിവസം തന്നെ മരിച്ചിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന അസാം തിങ്കളാഴ്ചയാണ് മരിച്ചത്. കുഞ്ഞു പെങ്ങൾക്ക് ഇനി ഏട്ടന്മാരില്ല, അനിയനുമില്ല. ഏറെ വേദനയോടെ ആ കുടുംബത്തെ കണ്ണീരിലാഴ്ത്തി ഈ 4 പേരുടെ യാത്ര എല്ലാവരെയും വല്ലാതെ വേദനിപ്പിച്ചിരിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.